നമസ്കാരം. കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം. കൂത്താട്ടുകുളം KSRTC ഡിപ്പോയ്ക്ക് സമീപം കലുങ്ക് നിർമ്മാണത്തിനായി 1.5 മാസത്തിലധികമായി പൊളിച്ച റോഡ് തുറന്നു നൽകാത്തതിനാൽ പ്രതിഷേധം ശക്തം. അശ്വതി കവലയ്ക്ക് സമീപം KSRTC ഡിപ്പോയിലേക്കുള്ള റോഡിലെ കലുങ്ക് നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് 40 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നു നൽകിയിട്ടില്ല. ഫയർ സ്റ്റേഷൻ, മൃഗാശുപത്രി, മാർക്കറ്റ്, വിദേശ മദ്യശാല എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാന റോഡാണിത്. റോഡ് പൊളിച്ചിട്ടിരിക്കുന്നതിനാൽ ഇതുവഴി ഗതാഗതം സാധ്യമല്ല. ഈ ഭാഗത്ത് ഗതാഗതക്കുരുക്ക് പതിവാണ്. എല്ലാ ഭാഗത്തും ഒരുമിച്ച് കുത്തിപ്പൊളിച്ചതിനെതിരെ വ്യാപാരികൾ പ്രതിഷേധം നടത്തിയിരുന്നു. ടൗൺ ആയതിനാൽ നിശ്ചിത ദൂരം പൊളിച്ച് നവീകരണം പൂർത്തിയാക്കിയ ശേഷം ബാക്കി ഭാഗത്തെ നിർമ്മാണ ജോലികൾ നടത്തുന്ന രീതി സ്വീകരിക്കണമെന്ന് നഗരസഭ അധികൃതർ ആവശ്യപ്പെട്ടതാണ്. റോഡ് നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു നൽകണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭാ അധ്യക്ഷൻ റെജി ജോൺ PWDക്ക് കത്ത് നൽകിയിട്ടും നടപടിയില്ല. അശ്വതി ജംഗ്ഷനിലെ വ്യാപാരികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് ഷാജി കണ്ണങ്കോട്ടിൽ നേതൃത്വം നൽകി. BJPയുടെ നേതൃത്വത്തിൽ PWD ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും നടപടിയെടുത്തില്ലെങ്കിൽ റോഡ് BJPയുടെ നേതൃത്വത്തിൽ തുറന്നു നൽകുമെന്ന് ഷാജി കണ്ണങ്കോട്ടിൽ പറഞ്ഞു. ഹോസ്പിറ്റലിൽ ഡോക്ടറെ കൺസൾട്ടോ അങ്ങനെ അത് വല്ല സീരിയസ് ആയിട്ട് വല്ല വേറെ എന്തെങ്കിലും ഓഫീസിൽ കയറി വല്ല സംസാരിക്കാം. കഴിഞ്ഞ ദിവസം ഈ റോഡിന് വേണ്ടി പൊളിച്ച ഈ കലുക്ക് ഇന്ന് 41 ദിവസമായി. ഇതുവരെ ആ കോൺക്രീറ്റ് കഴിഞ്ഞ് തുറന്നു കൊടുക്കാൻ പറ്റിയില്ല. സാധാരണ കോൺക്രീറ്റ് സെറ്റാകാൻ 20 ദിവസം മതി. ഇപ്പം 41 ദിവസം കഴിഞ്ഞു. ഇതിലെയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ട് ഓട്ടോറിക്ഷക്കാർക്ക് പോകണം, കാൽനട യാത്രക്കാർക്ക് പോകണം. അതുപോലെ തന്നെ ഇതിന് തൊട്ടടുത്ത് മൃഗാശുപത്രിയുണ്ട്, അതുപോലെ KSRTC ബസ് സ്റ്റാൻഡുണ്ട്, അതുപോലെ ഫയർ സ്റ്റേഷനുണ്ട്. അതിലേക്കുള്ള മെയിൻ റോഡാണിത്. ഇത് 41 ദിവസമായി ഇതുവരെ തുറന്നിട്ടില്ല. ഈ കോൺട്രാക്ടർ മനഃപൂർവ്വം ഈ നാട്ടുകാരോട്, കച്ചവടക്കാരോടും വണ്ടിക്കാരോടും വെല്ലുവിളിക്കുന്ന രീതിയിലാണ് പെരുമാറുന്നത്. ഇത് PWD ശ്രദ്ധയിൽ പല പ്രാവശ്യം ഈ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ അവർ വന്ന് ഇപ്പോൾ ചെയ്യുന്നതാണ്. കോൺട്രാക്ടർ ആണെങ്കിൽ നമുക്കറിയാം, ഈ മാർക്കറ്റ് റോഡിലെ അതിൻ്റെ ഓടകളുടെ പണി എത്ര ദിവസമായി പെൻഡിങ്ങിനായിട്ട്. ആ കടകളിലേക്കൊന്നും ആളുകൾക്ക്, കസ്റ്റമേഴ്സിന് കയറാൻ പറ്റില്ല. ഇപ്പം ചില ഭാഗത്തേക്ക് സ്ലാബ് ഇട്ടത് ഏണി വെച്ച് കയറണം, അല്ലെങ്കിൽ ഏണി വെച്ച് ഇറങ്ങണം. ആ രീതിയിലേക്ക് അയാൾ ആക്കി വെച്ചിരിക്കുന്നത്. അത് യാതൊരു ഉത്തരവാദിത്വമില്ല. ജനങ്ങളോട് യാതൊരുവിധ പ്രതിബദ്ധത ഇല്ലാത്ത രീതിയിലാണ് കോൺട്രാക്ടർ പെരുമാറുന്നത്. PWD ഒട്ടും മോശമില്ല. അവരും ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധത ഇല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. ഇത് ആർക്കോ വേണ്ടി ആരോ ചെയ്യുന്ന പോലെയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഇതിനകത്ത് ബന്ധപ്പെട്ട് അടുത്ത ദിവസം തന്നെ ഞാൻ പറയുന്നു, ഇപ്പോൾ ഞങ്ങൾ ഈ വ്യാപാരികളുടെ കൂട്ടായ്മയും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നാളെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധ സമരം PWDയിൽ ആരംഭിക്കുകയാണ്. നാളെ അവിടുത്തെ പ്രതിഷേധ സമരം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഈ റോഡ് ബലമായി 24 മണിക്കൂർ സമയം അവർക്ക് കൊടുക്കും. അതിനുള്ളിൽ നാളെ അത് തുറന്നില്ലെങ്കിൽ ഇത് ബലം പ്രയോഗിച്ച് BJP ഇത് തുറക്കും, ഗതാഗതം സുഗമമാക്കും. അതിന് പിന്നെ ആരുടെയും അനുവാദം ആവശ്യമില്ല. ജനങ്ങളുടെ മാത്രം അംഗീകാരം മതി നമുക്ക്. അതുപോലെ ജനങ്ങളെ കഷ്ടപ്പെടുന്ന ഇതുപോലൊരു ഡിപ്പാർട്ട്മെന്റ് ഈ ഭൂലോകത്തുണ്ടോയെന്നറിയില്ല. ഈ സാഹചര്യങ്ങൾ വികസിച്ചു, രാജ്യത്തെ എല്ലാവിധ ടെക്നോളജിയും വളർന്നു, വികസിത രാജ്യമായി മാറി. എന്നിട്ടും യാതൊരു ടെക്നോളജിയും ഇല്ലാത്ത രീതിയിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇത് ആര് ചോദിക്കാനും ആര് പറയാനും ഇല്ലാത്ത രീതിയിലാണ് ഇവരുടെ പെരുമാറ്റം. അതുകൊണ്ട് അതിശക്തമായിട്ട് പ്രതിഷേധം ഈ സമയത്ത് വ്യാപാരികളുടെ കൂട്ടായ്മ രേഖപ്പെടുത്തിയാണ്. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.